പഴം ബാക്കി വന്നപ്പോൾ ഒരു അടിപൊളിയായിട്ട് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും പഴം പഴുത്തു പോയി കഴിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വനില എസൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിന് മൊത്തത്തിൽ 1/4 കപ്പോളം. നിങ്ങൾക്ക് നല്ല മധുരം കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം ബ്രൗൺ ഷുഗറും 1/4 കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നല്ലതായിട്ട് നമ്മുടെ ബ്രൗൺ ഷുഗർ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്ക് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ കേട്ടോ ഞാൻ ചേർക്കുന്നത്. ചോക്ലേറ്റിന് പകരം ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ചേർത്തുന്നു. അതും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല, ചോക്ലേറ്റ് ചേർത്താൽ മതി. ഇല്ല ചോക്ലേറ്റും ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയാലും മതി. മധുരം കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചസാരയുടെ ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയെല്ലാം ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഴമാണ് ഇതിന് മെയിൻ താരം എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞാൽ പഴം ഇതുപോലെ കറുത്തുപോയി. തോല് കറുത്തതാണ്, പക്ഷെ പഴത്തിന് ഒരു കേടും ഉണ്ടായതില്ല. കണ്ടല്ലോ, പഴം നല്ല ഹാർഡാണ്, പക്ഷേ തോല് കറുത്താലും വീട്ടിലാർക്കും പഴം വേണ്ടെന്നായിട്ടോ. അപ്പോൾ അത് വെറുതെ കളയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ബ്രൗണി ഉണ്ടാക്കി. അത് പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞവരെയാണ് ആദ്യം എടുത്ത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം പഴം നന്നായിട്ട്, അതായത് 2 പഴമാണ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പോളം ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ചേർക്കുന്നത്. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം ചെറിയ ചെറിയ തരിയിലുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുക്കായി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാം ഒരേ ലെവലിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചേർക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റാഗി മാവാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദയിലാണെങ്കിലും മൈദയിലും ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവിലാണെങ്കിൽ ഗോതമ്പ് മാവിൽ ചെയ്യാം. അതായത് ഒരു 1/2 കപ്പോളം റാഗി മാവ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ കോക്കോ പൗഡറിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടി ഫഡ്ജി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പോളം റാഗി മാവ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം മാത്രമേ ചേർത്തുള്ളൂ. നമ്മുടെ ഈ ഒരു ബ്രൗണിയുടെ ബാറ്റർ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ. അതിന് മുകളിലേക്ക് ഞാനിപ്പോൾ ആൽമണ്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് ചേർക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പ്രീ ഹീറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് അതിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ ട്രേയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു 3/4 മണിക്കൂർ കേട്ടോ, 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ പഴം ഇനി ബാക്കി വന്നാൽ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ പഴം കൊണ്ടുള്ള എത്ര സ്നാക്സ് ഉണ്ടാക്കിയാലും ഇപ്പോൾ ട്രെൻഡിങ്ങിലും അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതും ഇതുപോലെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.